പ്രാർത്ഥനയ്ക്കും അതുപോലെ തന്നെ നക്ഷത്രക്കുട്ടിക്കും ഇതിനേക്കാൾ മെച്യൂരിറ്റി ഉണ്ടെന്നാണ് ഞങ്ങൾ അറിഞ്ഞത്. അച്ഛൻ വരെ, അതായത് മക്കളിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ അഡോപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുള്ളത് ഒരു ഇന്റർവ്യൂവിൽ ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു. അവര് ഇന്നത്തെ തലമുറ എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, എവറിത്തിങ് ഇസ് ഓൺ ദ ഫിംഗർ ടിപ്പ്. നമുക്ക് എന്ത് കാര്യം ഉണ്ടെങ്കിലും അതിനെക്കുറിച്ച് വായിക്കാം, അറിയാം. അതുകൊണ്ട് പല കാര്യങ്ങളും അവരായിട്ട് ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മൾ പോലും ചിന്തിക്കാത്ത ചില ഒപ്പീനിയൻസും അഭിപ്രായങ്ങളൊക്കെ അവരുടെ നിന്ന് കിട്ടും. ഒരുപാട് കോൺവെർസേഷൻസ് നടത്തുന്ന അച്ഛനും മക്കളുമാണ് ഞാനും പ്രാർത്ഥന നക്ഷത്രം. ഞാനും ഇന്ദ്രേട്ടനോടൊരു പടം എപ്പോ ഞാൻ കണ്ടില്ലോ, വിളിക്കണം. സീരിയസ് ആയിട്ട് പറയണ്ടേ? ഇവിടെ ശരിക്കും പറഞ്ഞ ഇന്ദ്രേട്ടൻ വരണതിന് മുമ്പ് ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. എല്ലാവർക്കും എല്ലാവരും എന്നെ കാണുമ്പോൾ ചേട്ടൻ ഭയങ്കര സീരിയസ് ആണെന്ന് വിചാരിച്ചത്. പക്ഷെ ചേട്ടനെ പരിചയപ്പെട്ടപ്പോഴാണ് ഭയങ്കര സോഷ്യലാന്ന് മനസ്സിലായത്. എന്താണ് അങ്ങനെ? ആരാണ് ഒന്ന് പറയൂ. ഞാൻ വളരെ സോഷ്യലായിട്ട് നന്നായിട്ട് സംസാരിക്കുന്ന, അത്യാവശ്യം നല്ല ഹ്യൂമർ സെൻസ് ഉള്ള, എന്നോടൊപ്പം യാത്ര ചെയ്തിട്ടുള്ള ആൾക്കാരാണ് ഒരു മാസത്തോളം. ഞാൻ വളരെ ഫ്രീ ആയിട്ടുള്ള ഒരാളാണ്. അങ്ങനെ പ്രത്യേകിച്ച് മസിൽ കൊടുത്തൊന്നുള്ള ആളൊന്നും. പിന്നെ എന്റെ കഥാപാത്രങ്ങൾ കാണുമ്പോൾ ചിലപ്പോൾ തോന്നും ഇങ്ങനെ കുറച്ച് സീരിയസ് ആണോന്ന് തോന്നും. മല്ലികമ്മ രാജുവിനെക്കാളും ചേട്ടനാണ് ഭയങ്കര തമാശയൊക്കെ പറയുന്നത്. അമ്മയുടെ സർട്ടിഫിക്കേഷൻ വരെ കിട്ടി. എനിക്ക് സത്യം പറഞ്ഞാല് ഹ്യൂമർ ഞാൻ അധികം സിനിമയിൽ ചെയ്തിട്ടില്ലെങ്കിലും ചെയ്തിട്ടുള്ള കഥാപാത്രങ്ങൾ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട്. ഹാപ്പി ഹസ്ബൻഡ്സ്, അമർ അക്ബർ അന്തോണി, ഹസ്ബൻഡ്സ് ഇൻ ഗോവ, ഇങ്ങനെയുള്ള സിനിമകളിൽ ഇപ്പം ഈവൻ സ്ലാപ്സ്റ്റിക് കോമഡി ഉണ്ടായിരുന്ന ത്രീ കിങ്സ് പോലും ഇന്നിപ്പോ പിള്ളേരെ കണ്ടിട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്ന് വിളിക്കാം. ചേട്ടാ, അതിന്റെ കാരണം വെച്ചാൽ മീശമാധവല്ല മറ്റേ ഇതുണ്ടല്ലോ, അതിനൊക്കെ ആൾക്കാർ സീരിയസ് ആണെന്നൊക്കെ ഓർക്കണതേ. പറഞ്ഞ ഡയലോഗ് ചേട്ടനൊന്ന് പറഞ്ഞേ. അത് ഓൾറെഡി ഞാൻ പറഞ്ഞല്ലോ. അയ്യോ, അത് ഞങ്ങൾ മറന്നു. അല്ല, ഇനി അതിന്റെ മേളിൽ പറയാൻ പറ്റില്ല, എന്നാലും പുള്ളി ശ്രമിക്കട്ടെ. ഞങ്ങളുടെ റിക്വസ്റ്റ് ഒന്ന് പറയാൻ പറയോ പ്ലീസ്? മീശമാധവൻ പേര് കൊള്ളാം, പക്ഷേ നാളെ വരുമ്പോഴേ ആ മീശ വടിച്ചിട്ട് വരണം. മനസ്സിലാടാ?